അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബീന, ഇതെൻ്റെ ഭർത്താവ് ബാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നിന്നും വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുള്ള കാരണം എൻ്റെ ചേട്ടന് ഒരു വണ്ടി വേണമായിരുന്നു. ഡ്രൈവറാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ വണ്ടി വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ലാത്തൊരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വണ്ടി പലയിടത്തും ചേട്ടൻ അന്വേഷിച്ച് നോക്കി. പലയിടത്തും ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകും, തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ട് വരുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ OLXൽ ഞാനൊരു വണ്ടി കണ്ടു. അതിന് ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കാമെന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീങ്ങി. ലോണിന് അപേക്ഷിച്ചപ്പോൾ ലോൺ കിട്ടുമെന്നുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ അത് ലോണിനോട് അടുത്തപ്പോൾ ഞങ്ങൾ സ്വന്തം വീട് ഉള്ളവർക്ക് മാത്രമേ ആ വണ്ടി കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു. അതിന് കരമടച്ച പേപ്പറും ഇതും മറ്റും വേണമായിരുന്നു. അപ്പം ഞങ്ങളത് ആ തീരുമാനം മാറ്റി. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലായി. ഞങ്ങൾ 20 വർഷത്തോളമായി വാടക വീട്ടിലാണ് താമസം. അങ്ങനെ ഇരിക്കെ എനിക്ക് ഞങ്ങളുടെ അടുത്ത കടയിൽ നിന്നും ഒരു പത്രം കിട്ടി. ആ പത്രത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് മാതാവിനെ കാണണമെന്നുള്ള ഒരു ഇത് വന്നു. ഞാനിവിടെ കൃപാസനം പത്രം കിട്ടി. കൃപാസനത്തിൽ വന്നു, മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി വന്ന് വൈകിട്ട് തന്നെ ഞാനും ഭർത്താവും കൂടി വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക്, ആ വഴി അങ്ങനെ വരാത്തൊരു സ്ത്രീയാണ്, അവർ വീട്ടിലേക്ക് വരുന്നതും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ഒരു വണ്ടിയില്ലാതെ വല്ലാതെ വിഷമിച്ച് നടക്കുകയാണ്. ഞാനിപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കാര്യം പറയും, ഇത്രയും വേണം, ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരു അറിവിലൊരു കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് നാളെ വന്ന് പറയാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് പണം റെഡിയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി വാങ്ങിക്കാനുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അത് ആ ഒരു ഇതിൽ ഞാനും ചേട്ടനും കൂടി വളരെ സന്തോഷത്തിൽ വണ്ടിയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയി. വണ്ടി വാങ്ങിക്കാനുള്ള കാശുമായിട്ട് അവർ വന്നു. പക്ഷേ അതും തികഞ്ഞില്ല. പോരാതെ കുറച്ച് പൈസയും കൂടി വേണ്ടി വന്നു. അതവരെ കഴുത്തിൽ കിടന്ന മാല ഊരി തന്നു. പണയം വെച്ച് എത്രയാണ് വേണ്ടത് അത് നിങ്ങൾ കൊണ്ടുപോയി ആദ്യം വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവാ, അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ചെയ്യാമെന്ന് കരുതി ഉടനെ തന്നെ അത് പണയം വെച്ചു. ഞങ്ങൾ വണ്ടി പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലേ എനിക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിന് ഗുളിക ഡെയിലി മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി നേരം വെളുക്കുകയും രാവിലെ തന്നെ അത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ തൊണ്ടയിൽ നിന്ന് എന്തോ തടസ്സം പോലെ തോന്നും. മരുന്ന് കഴിച്ചാലേ എനിക്കത് ഇത് മാറുള്ളൂ. ഒരു ദിവസം മരുന്ന് തീർന്ന് ഞാൻ വാങ്ങിക്കാൻ പറ്റിയില്ല. കയ്യിൽ കാശുമില്ലായിരുന്നു. ചേട്ടനോട് പറയാനും മറന്നുപോയി. രാത്രി ആയപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. തൊണ്ടയിൽ മാതാവിൻ്റെ തൈലം പുരട്ടി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവ് ഇനി ഒരിക്കലും എനിക്ക് ഈ ഗുളിക കഴിക്കാനുള്ള ഇടവരുത്തല്ലേ, എൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതോടെ ഇന്ന് 1.5 വർഷത്തോളം കഴിഞ്ഞു. എനിക്ക് ആ ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ അസുഖം പൂർണ്ണമായും മാതാവ് എടുത്ത് കളഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ടുപോയി എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ 2 രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയിൽ മുടങ്ങാതെ ഞാൻ ബൈബിൾ വായിക്കും. വേണ്ടപ്പെട്ടവർക്ക് പൊതിച്ചോറ് കൊടുക്കുകയും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യുകയും പലർക്കും തൈലം പുരട്ടി പ്രാർത്ഥിച്ച് പലരുടെ അസുഖങ്ങളും മാറിയ ചരിത്രമുണ്ട്. ഉപ്പ് വിതറി ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു കുട്ടിയുടെ വീട് വിൽക്കാൻ വേണ്ടി നടക്കണില്ലായിരുന്നു. അത് വിറ്റു. അവരും വളരെ സന്തോഷമാണ്. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബീന ബാബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബത്തിൽ ലഭിച്ച വലിയൊരു ദൈവിക ഇടപെടലിനെ അമ്മ മാതാവിന്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, അവിചാരിതമായി കിട്ടിയ ഒരു കൃപാസനം പത്രത്തിലൂടെയാണ് അമ്മയെക്കുറിച്ച് അറിയുന്നതും അത് വായിച്ചതിലൂടെ അമ്മയുടെ സന്നിധിയിൽ എത്തിയാൽ
ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന വലിയൊരു വിശ്വാസവും ബോധ്യവും ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏറെ നാളായി ഒരു വാഹനം സ്വന്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത വിധം ക്ലേശിതരായി നിൽക്കുമ്പോഴാണ് ഈ കൃപാസനം പത്രം കിട്ടുന്നതും അതിൻ്റെ വായിച്ചറിഞ്ഞ വിശ്വാസത്തിൽ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി എടുക്കുന്നതും. സഹോദരി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടുപേരും ഇവിടെ അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തൊഴിൽ നന്നായി എടുക്കുവാൻ, ഈ വാഹനത്തിന് വേണ്ടിയുള്ള ഈ നിയോഗത്തെ സമർപ്പിച്ച് തിരികെ ചെല്ലുമ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു വ്യക്തി വന്ന് സഹായിക്കുവാനുള്ള വാഗ്ദാനം കൊടുക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ ഈ ദൂതന്മാരുടെ ഇടപെടൽ നമുക്കെപ്പോഴും കാണാനാവും. നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയോടുകൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കൃപാസനം പത്രം നാം കൈമാറുമ്പോൾ ഇത് ഇവരുടെ ജീവിത വിഷയങ്ങൾക്ക് ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അത് ആഗ്രഹത്തോടുകൂടി ദൈവികമായ ഇടപെടലും ദൈവ സാന്നിധ്യവും ഇതിലൂടെ ഇത് കൈമാറപ്പെടുമ്പോൾ ലഭിക്കുന്ന വ്യക്തിക്കുണ്ടാകണമേ എന്ന് നാം അറിഞ്ഞ ആഗ്രഹത്തോടു കൂടി കൈമാറുകയാണെങ്കിൽ അത് ഫലമുള്ളതായി തീരും. കാരണം അത് നിറയെ ദൈവികമായ സന്ദേശങ്ങളാണ്. അത് നിറയെ ജീവിതം തകർന്നു പോയവർക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ടാണ് കൃപാസനം പത്രം വലിയ പ്രേക്ഷിത പ്രവർത്തനമായി നാം ചെയ്യുമ്പോൾ അത് ലഭിക്കുന്ന ഓരോരുത്തരും ആഗ്രഹത്തോടെ വായിക്കുകയും അവർ അമ്മയുടെ അരികിലെത്തി ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ കൂടെ ചെന്ന് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം അത്ര കണ്ട് പരിചയമോ ബന്ധമോ ഇല്ലാത്ത ഒരു വ്യക്തി പറഞ്ഞ് സഹായിക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വരികയും പണം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും എന്നാൽ വാഹനം എടുക്കുന്ന സമയത്ത് അത് തികയാതെ വന്നപ്പോൾ സ്വന്തം മാല ഊരിക്കൊടുത്ത് പണയം വെച്ച് ആ വാഹനം എടുക്കുവാനായി കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന ജീവിതത്തിൻ്റെ നിലയില്ലാ കയത്തിൽ നാം അകപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി ദൈവം തൻ്റെ ദൂതരെ അയക്കുകയും നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. അമ്മയിലുള്ള ആശ്രയത്വവും ദൈവശക്തിയിലുള്ള വിശ്വാസവുമാണ് ആ തൈറോയ്ഡ് രോഗത്തിന് ഏറെ നാളായി മരുന്ന് കഴിക്കുന്ന സഹോദരി അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചതിന് ശേഷം അമ്മ മാതാവ് ഈ മരുന്നിന് പുറത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഏറെ ക്ലേശകരമാണ്, സാമ്പത്തികമായി വലിയ ചെലവുള്ളതുമാണ്. അമ്മയുടെ സഹായത്താൽ തിരുക്കുമാരൻ്റെ ശക്തിയാൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഓർക്കണമേ, ലോകത്തുള്ള ഏതൊരു ശക്തിയിലും വലുത് ദൈവശക്തി തന്നെയാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നവരാരും ഒരിക്കലും നിരാശപ്പെടില്ല. അവർ എത്ര കണ്ട് നിലംപതിച്ചാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, കഴുകന്മാരെപ്പോലെ ചിറകടിച്ചുയരുവാൻ ദൈവം കരുത്തും കൃപയും കൊടുക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. അതിനുശേഷം ഈ 1.5 വർഷക്കാലം മരുന്നൊന്നും എടുക്കാതെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നേടി ജീവിതം നയിക്കുവാൻ അമ്മ മാതാവിനെ സഹായിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വിഷയം എന്തുമാവട്ടെ, തകർച്ച എത്ര വലുതാവട്ടെ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ട് കൊടുക്കുവാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും വിശ്വസ്തയോടുകൂടി നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുവാനും നാം സന്നദ്ധരാണെങ്കിൽ അനുഗ്രഹം ദർശിക്കും. അതിൻ്റെ അടയാളവും സാക്ഷ്യവും ഈ കുടുംബം അമ്മയുടെ തിരുവൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.